ഫെബ്രുവരി കഴിഞ്ഞ് വേനൽക്കാലമായ പിന്നെ ഈ കാണുന്ന നാരങ്ങയ്ക്ക് നമ്മുടെ നാട്ടിൽ വൻ ഡിമാൻഡാണ്. പുറത്തിറങ്ങുന്ന മലയാളി ഒരു നാരങ്ങ വെള്ളമെങ്കിലും കുടിക്കാതെ തിരിച്ച് വീട്ടിൽ കയറില്ല. ഇത്രയധികം നാരങ്ങ നമ്മുടെ കേരളത്തിലാണോ ഉൽപ്പാദിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. തമിഴ്നാട്ടിൽ ലെമൺ സിറ്റി എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമുണ്ട്. അതാണ് പുളിയൻകുടി. നമ്മുടെ ഇന്നത്തെ യാത്ര പുളിയൻകുടിയിലേക്കാണ്. പുളിയൻകുടിയിലെ പ്രശസ്തമായ നാരങ്ങാ ചന്തയും നാരങ്ങ കൃഷി ചെയ്യുന്ന പാടങ്ങളും ഒക്കെ കണ്ട് നമുക്ക് തിരിച്ചു വരാം. പുനലൂരിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്ററാണ് പുളിയൻകുടിയിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കുറച്ച് നേരത്തെയാക്കാം യാത്ര. അതിരാവിലെ 6:30 പുനലൂർ കലയനാട് എത്തിച്ചേർന്നു. എന്ന് തമിഴ്നാട് പോയാലും കലയനാട് ഇറങ്ങി നമ്മളൊരു ചായ കുടിച്ചിട്ടാണ് പോകാറുള്ളത്. ഇന്നും പതിവ് തെറ്റിച്ചില്ല. കലയനാട് നിന്ന് ചായ കുടിച്ചു. നമ്മളിന്ന് അധികം വഴിയിലൊന്നും ഇറങ്ങുന്നില്ല. ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ നേരെ പുളിയൻകുടിക്ക് പോവുകയാണ്. 13 കണറപ്പാലവും ആര്യങ്കാവും ഒക്കെ പിന്നിട്ട് നമ്മൾ കോട്ടവാസലിലേക്ക് എത്തിച്ചേർന്നു. കോട്ടവാസലിൽ നിന്ന് രാവിലത്തെ ഭക്ഷണം കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പുളിയറയിലേക്ക് എത്തിച്ചേർന്നു. പുളിയറയിൽ നമുക്ക് തിരുമംഗലത്തിന്റെ ബോർഡ് കാണാം. 150 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മളും ഇന്ന് പോകുന്നത് തിരുമംഗലം റൂട്ടിലേക്കാണ്. പക്ഷെ നമ്മൾ തെങ്കാശിയിൽ പോകുന്നില്ല. നമുക്ക് ചെങ്കോട്ടയിൽ നിന്ന് തന്നെ തിരിഞ്ഞ് മധുര ഹൈവേയിലേക്ക് കയറാനായിട്ട് ഒരു വഴിയുണ്ട്. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ നമ്മളൊരു വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നു. ഈ പോയിന്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ നിന്ന് തെങ്കാശിയിലേക്ക് പോകുന്ന എല്ലാ ആളുകളും ഇവിടെ വാഹനം നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാറുള്ളതാണ്. ഇവിടെ നിന്നാൽ പശ്ചിമഘട്ടത്തിന്റെ നല്ലൊരു വ്യൂവും നെൽപ്പാടങ്ങളും എല്ലാം കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇവിടെ ഇറങ്ങി കാഴ്ചകൾ ആസ്വദിക്കാറുണ്ട്. എന്തേ കണ്ടില്ലല്ലോ എന്ന് കരുതിയിരിക്കുമ്പോൾ പെട്ടെന്നൊരാൾ ഫ്രെയിമിലേക്ക് കടന്നു വന്നു. നമ്മുടെ KSRTC ആണ്. തെങ്കാശിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന KSRTC ഒരു ലൈറ്റ് ഒക്കെ ഇട്ട് തന്നിട്ട് പതുക്കെ നീങ്ങിപ്പോയി. അല്ലെങ്കിലും അന്യ സംസ്ഥാനത്ത് പോകുമ്പോൾ KSRTC ഇങ്ങനെ കടന്നു വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയും സന്തോഷവും ഒക്കെയാണ്. നമ്മുടെ ഒരു നാട്ടുകാരനെ കണ്ട സന്തോഷമാണ് അപ്പോൾ നമുക്കുണ്ടാവുക. ചെങ്കോട്ട ടൗണിനുള്ളിലേക്ക് പ്രവേശിച്ചു. ചെങ്കോട്ടയിൽ നിന്ന് നമ്മൾ മധുര ഹൈവേയിലേക്ക് തിരിയുകയാണ്. ചെങ്കോട്ട ഇലത്തൂർ റോഡിലേക്കാണ് നമ്മൾ കയറി മധുര ഹൈവേ ലക്ഷ്യമാക്കി പോകുന്നത്. ഇലത്തൂർ റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വഴിയിലൂടെ മധുര ഹൈവേയിലേക്ക് പോകാം. ഒന്ന് നമ്മുടെ ആയിക്കുടി റൂട്ടിലേക്ക് പോകാം. അതുകൂടാതെ അച്ചമ്പുതൂർ റൂട്ടിലേക്ക് പോയാലും കടയനല്ലൂർ ചെന്ന് നമുക്ക് മധുര ഹൈവേയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ചെങ്കോട്ടയിലെ പഴയ തിരുവിതാംകൂർ ഗേറ്റിന്റെ ഇടതുഭാഗത്ത് കാണുന്ന ഇലത്തൂർ റോഡിലേക്കാണ് നമ്മൾ കയറിയത്. ചെങ്കോട്ടയിൽ നിന്ന് ഇലത്തൂർ റോഡിൽ പോയാൽ നമുക്ക് ആയിക്കുടി, സുരണ്ടെ, പാവൂർ ചിത്രം വഴി തിരുനെല്വേലി ഭാഗത്തേക്കൊക്കെ പോകാവുന്നതാണ്. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. വഴിയരികിൽ ഒരു കണിക്കൊന്ന നിറയെ പൂത്തു നിൽക്കുന്നു. ഇപ്പോൾ മെയ് മാസമാണ്. ഏപ്രിൽ ആയിരുന്നെങ്കിൽ മലയാളികൾക്ക് ഉപകാരപ്പെട്ടേനെ. ഇത് നേരത്തെ തിരുവിതാംകൂറിന്റെ ഭാഗമായ പ്രദേശങ്ങളാണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉള്ള അച്ചമ്പുതൂർ വരെയൊക്കെ നമ്മുടെ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ പണ്ടത്തെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഒരു മലയാളി അവശേഷിക്കുകയാണെന്ന് കരുതാം. കണിക്കൊന്നയുടെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നമ്മൾ മുന്നോട്ട് നീങ്ങി. ഒരു സ്ഥലത്തിന്റെ പേര് കണ്ട് കൗതുകം തോന്നി നിർത്തിയതാണ്. ഈ സ്ഥലത്തിന്റെ പേര് കണക്കുപിള്ള വളസ എന്നാണ്. കറക്റ്റ് ആണോ എന്നറിയില്ല. ഞാൻ ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്തത്. ഒരു വെറൈറ്റി പേരാണ്. എനിക്ക് തോന്നുന്നു മലയാളി ടച്ച് വരുന്ന ഒരു പേരാണ് ഈ കണക്കുപിള്ള വളസ എന്ന് പറയുന്നത്. തെങ്കാശി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ കണക്കുപിള്ള വളസ എന്ന് പറയുന്നത്. കാരണം നമ്മൾ തെങ്കാശിയിൽ നിന്ന് പൻവഴിയിലേക്ക് പോകുന്ന വഴി ക്രോസ് ചെയ്ത് മധുര റൂട്ടിലേക്ക് അല്ലെങ്കിൽ ആയിക്കുടി റൂട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇവിടെയായിട്ടൊരു ക്രോസിംഗ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. നമുക്ക് ഒരു ദിവസം വന്ന് ഇവിടെ എല്ലാം ഒന്ന് കാണണം. കാരണം ഈ ഇലത്തൂർ അകത്തായിട്ട് കുറച്ചധികം ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അവിടെയൊക്കെ ഉള്ളത്. അതെല്ലാം നമുക്ക് ഒരു ദിവസം വന്ന് കാണണം. നമ്മളിപ്പോൾ ഇലത്തൂർ പിന്നിട്ട് കഴിഞ്ഞു. ഇലത്തൂരിൽ നിന്ന് നേരെ നമ്മൾ തെങ്കാശി മധുര ഹൈവേയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ കൊല്ലം തിരുമംഗലം ഹൈവേ നേരെ പോയാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സുരണ്ടെ റോഡിലേക്കാണ് പ്രവേശിക്കുന്നത്. ആയിക്കുടി, സുരണ്ടെ. സൂര്യകാന്തി സീസണിൽ പാടം കാണാൻ പോകുന്നവർ ഈ ഒരു റൂട്ട് പ്രയോജനപ്പെടുത്തിയാൽ മതി. നമ്മൾ തെങ്കാശിയിൽ പോകണമെന്നില്ല. ചെങ്കോട്ടയിൽ നിന്ന് ഈ ഒരു റൂട്ടിലേക്ക് തിരിഞ്ഞ് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ സുരണ്ടെ റൂട്ടാണ്. ഒരുപാട് പാടങ്ങൾ സുരണ്ടെ റൂട്ടിലായിട്ട് കാണാൻ കഴിയും. അതല്ലെങ്കിൽ സുരണ്ടയിൽ നിന്ന് തൊട്ടടുത്തായിട്ട് സുന്ദരപാണ്ഡിപുരമുണ്ട്. ഈ റൂട്ടിൽ വന്നാൽ മതി. വെറുതെ തെങ്കാശി ടൗൺ കയറിയിട്ട് നിങ്ങൾ പോകണമെന്നില്ല. റോഡ് വലിയ കുഴപ്പമില്ലാതെ കിടക്കുകയാണ്. ഇടയ്ക്കൊക്കെ ചെറിയ കട്ടറുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് പോകുന്നതിന് കുഴപ്പമില്ല. വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് ഈ ഒരു പാതയിലൂടെയാണെന്ന് തോന്നുന്നു. മധുരയിൽ നിന്ന് കേരളം ലക്ഷ്യമാക്കി വരുന്ന ലോറികളെല്ലാം പ്രധാനമായിട്ടും ഈ ഒരു റൂട്ട് പ്രയോജനപ്പെടുത്താൻ സാധ്യതയുണ്ട്. നമ്മൾ നേരെ ഹൈവേയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഒരു വലിയ റൗണ്ട് അബൌട്ട് ഉണ്ട്. നമുക്കറിയാം 4 റോഡ് കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണിത്. കുറച്ച് വീതിയുണ്ട് എന്നല്ലാതെ വലിയ മെച്ചമൊന്നുമുള്ള റോഡല്ല. നമ്മൾ നേരത്തെയും കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ ദുരവസ്ഥ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നിലവിൽ തിരുമംഗലം മുതൽ രാജപാളയം വരെ റോഡിന് വീതി കൂട്ടി ടാറൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബാക്കിയുള്ള രാജപാളയം മുതൽ കൊല്ലം വരെയുള്ള റോഡിന്റെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയണം. സമയം 8:55. നമ്മൾ കടയനല്ലൂരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തെങ്കാശിയിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയുള്ള ഒരു പട്ടണമാണ് കടയനല്ലൂർ. ധാരാളം നെൽകൃഷിയുള്ള ഒരു പ്രദേശം കൂടിയാണ് കടയനല്ലൂർ. രാവിലെയുള്ള കടയനല്ലൂരിന്റെ ചില കാഴ്ചകൾ നമുക്കൊന്ന് കാണാം.
ഒരുപാട് നെൽകൃഷിയുള്ള പ്രദേശമാണെന്ന് പറഞ്ഞിരുന്നു. ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ തന്നെ ഒരു നെൽപ്പാടമാണ്. അതിന് മുന്നിലായിട്ട് നമുക്ക് പശ്ചിമഘട്ടം കാണാം. കുറേയധികം കെട്ടിടങ്ങളും അതിന് പുറകിലായിട്ട് പശ്ചിമഘട്ടവും കാണാം. നമ്മുടെ ദേവർമലയൊക്കെയാണ് കാണപ്പെടുന്നത്. അച്ചൻകോവിലിന്റെ അകത്തായിട്ടുള്ള ഒരു മലയാണ് ദേവർമല. ഏതാണ്ട് നമ്മുടെ അച്ചൻകോവിലാറ് ഉത്ഭവിച്ചു വരുന്നത് ആ മലയുടെ അടിവാരത്ത് നിന്നൊക്കെയാണ്. അതിന്റെ അപ്പുറത്തായിട്ടാണ് പിന്നീട് കക്കി വനമേഖലയും പത്തനംതിട്ടയുടെ ഫോറസ്റ്റും ഒക്കെ വരുന്നത്. അത്യാവശ്യം നല്ല മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് കടയനല്ലൂർ എന്ന് തോന്നുന്നു. ആ ഒരു നെൽകൃഷിയൊക്കെ കണ്ടിട്ട് നല്ല മഴ ലഭിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. കാരണം എനിക്കൊരു ചെറിയ രീതിയിൽ കാലാവസ്ഥയൊക്കെ നോക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ വേനൽ മഴയൊക്കെ നോക്കുന്ന സമയത്ത് റഡാറിൽ ഏറ്റവും കൂടുതൽ മേഘങ്ങൾ കടന്നു വരുന്നത് ഈ ഒരു കടയനല്ലൂർ പിന്നിട്ടിട്ടാണ്. നമ്മുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന മേഘങ്ങൾ പശ്ചിമഘട്ടം കടന്ന് നമ്മുടെ കേരളത്തിലേക്ക് കടക്കുന്ന സമയത്ത് നോക്കുമ്പോൾ കടയനല്ലൂർ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മേഘങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ മഴ കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കടയനല്ലൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നമ്മുടെ തെങ്കാശി മധുര റൂട്ടിൽ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് കടയനല്ലൂർ. അത്യാവശ്യം ട്രെയിനുകൾക്കൊക്കെ സ്റ്റോപ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കടയനല്ലൂർ. കടയനല്ലൂർ ടൗൺ ഒന്ന് കടന്നു കിട്ടാൻ കുറച്ച് സമയമെടുക്കും. കാരണം ബൈപ്പാസും ഒന്നുമില്ല. നമ്മൾ ടൗൺ കടന്ന് വേണം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ടൗണിലെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നമുക്ക് മുന്നോട്ട് പോകാം. ടൗണിനകത്ത് റോഡിന് നല്ല വീതി കുറവുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും കേരളത്തെയും തമിഴ്നാടിനെയും റോഡ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വീതി കൂടുതലുള്ളത് തമിഴ്നാട്ടിലെന്നാണ് പറയപ്പെടാറുള്ളത്. പക്ഷേ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ പട്ടണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ റോഡിനകത്ത് നല്ല വീതി കുറവാണ്. പക്ഷേ അതിനവർ സൊല്യൂഷൻ കണ്ടെത്താറുണ്ട്, ബൈപ്പാസുകൾ പണിഞ്ഞ്. പക്ഷേ ഇവിടെ ബൈപ്പാസ് ഇല്ല. കൊല്ലം തിരുമംഗലം പാത എന്തെങ്കിലും വൃത്തിയാക്കിയാൽ ഇവിടെയും ബൈപ്പാസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമയം 9:20. നമ്മൾ പുളിയൻകുടിയിലേക്ക് എത്തിച്ചേർന്നു. ഇനി നമുക്ക് പോകാനുള്ളത് നാരങ്ങ ചന്തയിലേക്കാണ്. ലെമൺ മാർക്കറ്റ്. പുളിയൻകുടി ഫേമസ് ആയിട്ടുള്ള ഒരു ലെമൺ മാർക്കറ്റ് ആണുള്ളത്. വീഡിയോ ആരംഭിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ തെക്കേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലേക്കും നാരങ്ങ കയറ്റുമതി ചെയ്യുന്നത് പുളിയൻകുടിയിൽ നിന്നാണ്. ഈ അടുത്തിടയ്ക്ക് പുളിയൻകുടി നാരങ്ങയ്ക്ക് മറ്റൊരു പദവി കൂടി വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. 2025 ഏപ്രിൽ കേന്ദ്ര സർക്കാരിന്റെ GI ടാഗ് പദവി കൂടി പുളിയൻകുടി നാരങ്ങയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പുളിയൻകുടി ലെമൺ മാർക്കറ്റിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇവിടെ നാരങ്ങ മാത്രമാണ് ലേലം ചെയ്യുന്നത്. പക്ഷേ ലേലം തുടങ്ങുന്നത് ഏകദേശം 11 മണിയോടുകൂടിയാണ്. ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയിട്ടേ ഉള്ളൂ. എങ്കിലും നമുക്ക് മാർക്കറ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് നാരങ്ങ കൃഷി ചെയ്യുന്ന പാടങ്ങളിലേക്ക് പോകാം. ചെറിയൊരു കെട്ട് നാരങ്ങ ഇപ്പോഴേ ആരോ കൊണ്ടുവച്ചിട്ടുണ്ട്. 11 മണിയായാൽ പിന്നെ ഇവിടെ നല്ലൊരു ബഹളമാണ്. നല്ല രസമാണത് കണ്ടിരിക്കാൻ തന്നെ. നാരങ്ങ ലേലം വിളിച്ച് വിവിധ കച്ചവടക്കാർ എടുത്തുകൊണ്ട് പോകുന്നത്. ചെറിയ ചെറിയ കർഷകർ അവരുടേതായ നാരങ്ങ ചാക്കിലാക്കി കൊണ്ടുവന്ന് ലേലത്തിനായിട്ട് വെക്കുന്നത്. അത്തരത്തിൽ മനോഹരമായൊരു കാഴ്ചയാണ് പുളിയൻകുടി ലെമൺ മാർക്കറ്റിലുള്ളത്. മാർക്കറ്റിന് പുറത്തിറങ്ങി രാവിലെ ആഹാരം കഴിച്ചതുകൊണ്ട് വിശപ്പില്ല. എങ്കിലും ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഒരു ബേക്കറിയിൽ കയറി. നല്ല വൃത്തിയുള്ളൊരു ബേക്കറിയാണ്. ഒരുപാട് പലഹാരങ്ങൾ വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ കയറിയപ്പോൾ തന്നെ ചേച്ചി എല്ലാത്തിൻ്റെയും കുറേശ്ശെ സാമ്പിളുകൾ തന്നു കഴിക്കാനായിട്ട്. അങ്ങനെ ആയപ്പോൾ ഒന്നും മേടിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് കരുതി ഞങ്ങൾ ഒരു പൊട്ടറ്റോ ചിപ്സ് വാങ്ങി. പൊട്ടറ്റോ ചിപ്സ് അല്ല, എന്തിലോ മുക്കി വറുത്തെടുത്തതാണ്. എങ്കിലും കൊള്ളാൻ കഴിക്കാമായിരുന്നു. ഒരുപാട് കഴിച്ചില്ല. കുറച്ച് കഴിച്ചതിന് ശേഷം ബാക്കി ബാഗിൽ വെച്ചു. ഇനി നമുക്ക് നാരങ്ങ കൃഷി ചെയ്യുന്ന പാടങ്ങളിലേക്ക് പോകാം. ഇവിടെ ഞങ്ങൾ വഴി ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു ഈ പാലം കടന്ന് അകത്തേക്ക് പോയാൽ കുറേയധികം പാടങ്ങളുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയുമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ വഴിയിലേക്ക് പ്രവേശിച്ചു. കുറേയധികം വീടുകൾ കാണാം. എല്ലാം അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. നടുക്കൂടി ഒരു ചെറിയ റോഡാണ്. നല്ല രസമുണ്ട് ഇതിനകത്തുകൂടി കടന്നു പോകാനായിട്ട്. തമിഴ്നാടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവരെല്ലാം അടുത്താണ് താമസിക്കുന്നത്. ഒരുപാട് ഭൂമിയൊന്നും അവർ വീട് വയ്ക്കാനായിട്ട് ചിലവാക്കുന്നില്ല. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഞാനൊരു തെങ്കാശി സൈഡിലൊക്കെ ഒരുപാട് വലിയ വീടുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ പണ്ട് മുതലേ ആളുകളെല്ലാം ഇങ്ങനെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറിയ റോഡുകളൊക്കെയാണ്. നല്ല രസമാണ് അങ്ങനെ കഴിയുന്നത്. മുന്നിലായിട്ടൊരു പിക്കപ്പ് പോകുന്നുണ്ട്. നാരങ്ങ എടുക്കാനാണെന്ന് തോന്നുന്നു. ഇത്തരത്തിലുള്ള നിരവധി ട്രക്കുകൾ കണ്ടിരുന്നു നാരങ്ങ എടുക്കാനായിട്ട് അകത്തേക്കൊക്കെ പോകുന്നത്. പുളിയൻകുടിയുടെ മുക്കിലും മൂലയിലും നാരങ്ങ കൃഷിയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇതുപോലെയുള്ള നിരവധി സ്ഥലങ്ങൾ പുളിയൻകുടിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫാമിൽ നിന്ന് നിങ്ങൾക്ക് നാരങ്ങ കാണാൻ സാധിക്കും. ചിലപ്പോൾ ഒരു ഫാമിൽ നാരങ്ങ ഇല്ല എങ്കിൽ തൊട്ടടുത്ത ഫാമിൽ നാരങ്ങ ഉണ്ടായിരിക്കും. പല സമയത്തായിട്ട് വെക്കുന്ന ചെടികളായതുകൊണ്ട് പലതിലും പല സമയത്താണ് കായ ഉണ്ടാകുന്നത്. ഒരു മനോഹരമായ വഴി പിന്നിട്ട് കുറച്ചു ദൂരം മുന്നോട്ട് വന്നിട്ടും നാരങ്ങ ഫാം കണ്ടില്ല. അങ്ങനെ നമ്മൾ വഴിയിൽ കണ്ട 2 കുട്ടികളോട് വഴി ചോദിച്ചു. ക്യാമറ കണ്ടതും അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി. അവർ കരുതി ഏതോ വലിയ യൂട്യൂബർ ആണെന്ന്. അവരെന്തായാലും ഓടി വന്ന് ചാനലിന്റെ പേരൊക്കെ ചോദിച്ചു. ഞാൻ എന്തായാലും പറഞ്ഞു കൊടുത്തു. രണ്ടുപേരുടെയും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞു, വീഡിയോ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവർ നീങ്ങി. കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഫാം ഉണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു മെയ് മാസത്തിൽ തമിഴ്നാട് കിടക്കേണ്ട രൂപത്തിലല്ല ഈ ഒരു ഭാഗങ്ങളൊക്കെ കിടക്കുന്നത്. നല്ല മനോഹരമായിട്ട് കിടക്കുന്നു. നല്ല പച്ചപ്പുണ്ട്. എനിക്കൊന്ന് നല്ലൊരു വേനൽ മഴ ഇവിടെ ലഭിക്കുന്നുണ്ടെന്ന്. ഈ ഒരു മെയ് മാസത്തിൽ ഇത്രയും പച്ചപ്പ് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിലൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഉണങ്ങി കരിഞ്ഞാണ് എല്ലാ സ്ഥലങ്ങളും നിൽക്കുന്നത്. ഇവിടെയൊക്കെ നല്ല പച്ചപ്പുണ്ട്. അങ്ങനെ കുറേ ദൂരം വന്നപ്പോൾ നമ്മുടെ നാരങ്ങ ഫാമുകൾ കണ്ടു തുടങ്ങി. ഇവിടെയായിട്ട് ഒരെണ്ണം കണ്ടു. അവിടെ ഒരാൾ നിൽപ്പുണ്ട്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പാണ്ഡ്യൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ഞങ്ങളെ കണ്ട ഉടനെ തന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നാരങ്ങ കൃഷിയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു.
അണ്ണൻ ഇതിന്റെ മാനേജറാണെന്നാണ് തോന്നുന്നത്. വന്ന സമയത്ത് എന്നോട് എന്തോ തമിഴിൽ പറഞ്ഞിരുന്നു. എനിക്ക് എല്ലാ തമിഴിലും ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായില്ല. എങ്കിലും മാനേജർ തന്നെ ആകണം. ആ ഒരു സ്ഥലവും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ട് മാനേജർ തന്നെ ആകാനാണ് സാധ്യത. പല പ്രായത്തിലുള്ള തൈകൾ ഈ ഫാമിലുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് അത്യാവശ്യം വിളവെടുപ്പ് പാകമായിട്ടുള്ള തൈകളാണ്. എല്ലാ തൈകളുടെ മൂട്ടിലേക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒഴിക്കുന്നതിനെക്കാട്ടിൽ അധികം ജലം ഇതിന്റെ മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചൂടായതുകൊണ്ടായിരിക്കണം പൈപ്പുകൾ വഴി എല്ലാ നാരങ്ങ തൈകളുടെ മൂട്ടിലേക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇട്ട് തന്നെയാണ് തൈകൾ വളർത്തിയിരിക്കുന്നത്. നമുക്കറിയാം നാരങ്ങ ഇങ്ങനെ വിടർന്നാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഇതിനകത്ത് നാരങ്ങയൊക്കെ നിപ്പുണ്ട്. നമ്മൾ വരുന്നതിന് 2 ആഴ്ച മുമ്പ് ഇവിടുത്തെ വിളവെടുപ്പ് കഴിഞ്ഞു എന്നാണ് അണ്ണൻ പറഞ്ഞത്. കാരണം ചെറിയ ഈച്ചയുടെ എന്തോ പ്രശ്നം കൊണ്ട് വിളവെടുപ്പ് കുറവായിരുന്നു. അത് ഓരോ മൂട്ടിലേക്കും ഇത്രയധികം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക എവിടെ നിന്നാണ് ഇത്രയധികം വെള്ളമെന്ന്. അതിന്റെ ഉത്തരമാണ് ഈ കാണുന്നത്. ഇത്രയും വലിയൊരു കിണറാണ് ഈ ഒരു ഫാമിലുള്ളത്. ഇതുപോലത്തെ 3-4 കിണറുകൾ ഈ ഫാമിൽ തന്നെ ഉണ്ടെന്ന് അണ്ണൻ പറഞ്ഞു. இந்த வட்டம் கொஞ்சம் காய்ப்பு கம்மி புளியங்குடியில. நம்ம 5 ஏக்கர் இருக்கு. இந்த வட்டம் புளியங்குடி ஏரியால கொஞ்சம் வரவு ரொம்ப கம்மி காய்ப்பு. கொஞ்சம் நோய் தாக்கல் வந்து இந்த ஏரியாவில் ரொம்ப அதிகமாக இருக்கு. இந்த நோயினால தான் புளியங்குடி ஏரியாவில் காய்ப்பு இல்லை. ஆனால் வேலை இந்த வட்டம் 150 ரூபா வரைக்கும் போய்கிட்டு இருக்கு. கிலோ 150 ரூபா. நான் 20 வருஷமா இந்த மரம் போட்டு 8 வருஷம் ஆச்சு. காய்ப்புக்கு வரதுக்கு 8 வருஷம் ஆகும். வந்து ஒரு புளியங்குடி தான். ஆமாம். கேரளாக்குலாம் நம்ம இல்லை வந்துட்டுல செங்கோட்டை வரைக்கும் வந்துட்டோம். அது ഡെയിലി 250 കിലോ എടുക്കണം. ഏതാണ്ട് 20 വർഷക്കാലമായിട്ട് ഷൺമുഖ പാണ്ഡ്യ അണ്ണൻ ഈ ഒരു ഫീൽഡിലുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം 8 വർഷം പാകമാകുന്ന ഒരു തൈയിൽ നിന്നാണ് നാരങ്ങ ലഭിച്ചു തുടങ്ങുന്നതെന്ന് പറഞ്ഞു. ഏകദേശം 250 കിലോ വരെയൊക്കെ ഒരു ദിവസം എടുത്ത ദിവസങ്ങളുണ്ടെന്നും പറഞ്ഞു. ഈ വർഷം പൊതുവെ പുളിയങ്കുടിയിൽ കായ്ഫലം കുറവായിരുന്നു. എന്തോ ഈച്ചയുടെയോ പ്രാണിയുടെ ശല്യം കാരണം കായ്ഫലം കുറവായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു നാരങ്ങ പനലായി പോയാലും അവർക്ക് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ലോഷനുകളും ഡിഷ് വാഷുകളും ഒക്കെ നിർമ്മിക്കാനായിട്ട് അത് ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞത്. നാരങ്ങ കേടായാലും അതിനകത്തെ ഒരു പാർട്ട് നമുക്ക് ഡിഷ് വാഷുകളൊക്കെ നിർമ്മിക്കാനായിട്ട് ആളുകൾ വന്ന് എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞു. അതുകൂടാതെ നല്ല നാരങ്ങ നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തും. അണ്ണൻ്റെ വണ്ടിയിൽ കയറ്റി എന്നെ ഫാമിന്റെ മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആന പിടിങ്ങി തിന്നിട്ട് തേച്ച് ഇവിടെ എത്തിയപ്പോൾ തമിഴ്നാട്ടിലധികം കാണാത്ത ഒരു കാഴ്ചയുണ്ട്. ഒരു വലിയ പ്ലാവ് നിറയെ ചക്കകൾ. ഈ ചക്ക തിന്നാനായിട്ട് ആന വരുമെന്ന് പറഞ്ഞു. ആന കുത്തിയേക്കുന്ന പാടുകളും ഒക്കെ നമ്മളെ കാണിച്ചു തന്നു. എന്നാലും തമിഴ്നാട്ടിൽ അധികം ഒന്നും ഞാൻ പ്ലാവ് കണ്ടിട്ടില്ല. ഈ ഒരു പ്രദേശത്ത് പ്ലാവ് നന്നായിട്ട് വളരുമെന്ന് തോന്നും. ഇവിടെ കൃഷി കുമ്പളങ്ങയാണ്. ഇവിടെ കുമ്പളങ്ങയ്ക്ക് വലിയ വിലയൊന്നുമില്ലെന്നാണ് അണ്ണൻ പറയുന്നത്. പിന്നെ ഇടവേളയായിട്ടും ലാൻഡ് വെറുതെ കിടക്കണ്ട എന്ന് കരുതിയൊക്കെ കൃഷി ചെയ്യുന്നതാണ് എന്നാണ് പറഞ്ഞത്. വലിയ ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല. കാരണം അതിങ്ങനെ പടർത്തിയിട്ടേക്കുന്നുണ്ട്. അതിനകത്തെല്ലാം കുമ്പളങ്ങ പിടിച്ച് കിടപ്പുണ്ട്. പിന്നീട് വെള്ളം മാത്രം നടുക്കായിട്ട് ഒരു പൈപ്പിൽ നിന്ന് ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. നമുക്കും അണ്ണൻ ഒരു കുമ്പളങ്ങ പറിച്ചു തന്നു. ഇതിപ്പോൾ തന്നെ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് കുമ്പളമാണെന്നാണ് പറഞ്ഞത്. കഴുകി അങ്ങ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ പ്ലാവ് ഒന്നും കൂടി നോക്കി. വലിയ ഒരു പ്ലാവാണ്. നല്ല പഴക്കമുണ്ട്. കണ്ടാൽ തന്നെ അറിയാം. അതിൽ നിറയെ ചക്കകളാണ്. എന്തായാലും ഇവിടുത്തെ ആളുകൾ ചക്ക കണ്ടാൽ വെറുതെ വിടുന്ന ആളുകളല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ ചക്കകളും അവർ നല്ല വില കൊടുത്താണ് എടുത്ത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചക്കയ്ക്കും ഇവിടെ വലിയ ഡിമാൻഡ് ആയിരിക്കും. ആനയുടെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് ചക്ക. അതുകൊണ്ട് തന്നെ എത്ര മലയിറങ്ങി വന്നിട്ടായാലും ആന ഇത് എടുത്തിട്ട് പോകും. നല്ല രീതിയിൽ കുത്തി മറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ പ്ലാവിന് കുഴപ്പമൊന്നുമില്ല. അവർ വൈദ്യുത വേലിയിട്ടിട്ടുണ്ട്. ആന മാത്രമല്ല മറ്റു മൃഗങ്ങളും ഇവിടേക്ക് ഇറങ്ങി വരാറുണ്ടെന്ന് പറയുന്നു. ഇതിന് തൊട്ട് മുകളിലായിട്ടാണ് പശ്ചിമോട്ടം ഉള്ളത്. ഫാമിലെ 2ാമത്തെ കിണർ ഇവിടെയായിട്ടാണുള്ളത്. ഒരു കുളം പോലെയാണ് ഈ കിണർ കാണപ്പെടുന്നത്. നമ്മുടെ തമിഴ് സിനിമകളിലെല്ലാം ഞാൻ ഈ കിണർ കണ്ടിട്ടുണ്ട്. ഇത്രയും വലിയ കിണറാണ് അവർ കുത്തുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ മെയ് ആകുമ്പോഴത്തേക്ക് വെള്ളം സാധാരണ വറ്റാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വറ്റാറുണ്ട്. പിന്നീട് കുറേശ്ശെയായിട്ട് വെള്ളം ഊറി എറിയുകയാണ് പതിവ്. പക്ഷേ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം കിടപ്പുണ്ട്. എനിക്കൊന്ന് ഈ കുളം രീതിയിൽ പണിയതുകൊണ്ടായിരിക്കും ഇപ്പോഴും വെള്ളം കിടക്കുന്നത്. അണ്ണൻ വീണ്ടും ഞങ്ങളെ ഫാമിന്റെ മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെയായിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. നല്ല കാഴ്ചകളാണ് പോകുന്ന വഴിയിലെല്ലാം. ഈ ഒരു വാഹനത്തിന് പുറകിലിരുന്ന് കാഴ്ചകൾ കാണാനും നല്ല രസമുണ്ട്. ഒരു ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു വാഹനമാണിത്. തമിഴ്നാട്ടുകാരുടെ ഔദ്യോഗിക വാഹനമെന്ന് പറയാം. TVS XL100 ആണ്. വലിയ വെയിറ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ നല്ല മൈലേജ് ഉണ്ട്. നമ്മളങ്ങനെ അണ്ണൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അണ്ണൻ്റെ കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ്റെ പേരും ഷൺമുഖ പാണ്ഡ്യൻ എന്ന് തന്നെയാണ്. 80, 90 പോകുന്നില്ല. 80, 90, 100, 120 வரை போகுது. நல்ல கிருஷி புளியங்குடி தான். எல்லாம் கேரளா எல்லாமே இங்கே உள்ள எழுந்துச்சு தான். 120 வரை போகும். 120, 140. ഇവിടെ നിന്ന് അവിടെ പറഞ്ഞില്ല. അതുകൊണ്ട് വണ്ടി ചരിച്ച് എല്ലാം കെട്ടില്ല. ഇത് 60 അടി ഇരിക്കും ആളം. ഇല്ല, ഇത് 75 അടി. 75 അടിയാ.
ഇവിടെ നമുക്ക് മൂന്നാമത്തെ കിണർ കാണാം. ഇതിലും നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വെള്ളം ഒഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. 3 സ്ഥലങ്ങളിലായിട്ട് 3 വലിയ കിണറുകളാണ് നമ്മൾ കണ്ടത്. ഇവിടെയായിട്ട് ചെറിയ തൈകളാണ്. ഇവ ഇനി വളർന്ന് വലുതാകണം. എന്തായാലും ഇത്രയും നേരം നമുക്ക് ഈ ഒരു വിവരങ്ങളെല്ലാം പങ്കുവെച്ച 2 ഷൺമുഖ പാണ്ഡ്യന്മാരോടും നന്ദി പറഞ്ഞ് നമ്മൾ ലെമൺ മാർക്കറ്റിലേക്ക് പോവുകയാണ്. നാരങ്ങ ചന്തയിലേക്ക്. ഏകദേശം 11 മണി അടുക്കാറായിട്ടുണ്ട്. വരുന്ന വഴിയിൽ ഇത്തരത്തിൽ വലിയൊരു ബോർഡ് കാണാം, ലെമൺ മാർക്കറ്റ് എന്ന് പറഞ്ഞ്. നമ്മുടെ സ്പീഡ് ബ്രേക്കറിലും ലെമൺ മാർക്കറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന വഴിയിൽ നിങ്ങൾക്ക് വഴി തെറ്റില്ല. ഈ ഒരു ബോർഡ് കാണുന്ന ആ റൂട്ട് വരെ നിങ്ങൾ ഇനി വന്നാൽ മതി. പുളിയംകുടി ടൗണിനകത്തേക്ക് അധികം പോകണ്ട. ടൗണിന് അകത്ത് കയറുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ലെമൺ മാർക്കറ്റ് ഉള്ളത്. നമ്മൾ രാവിലെ വന്നതുപോലെയല്ല, ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. വാഹനങ്ങളിലെല്ലാം ആളുകൾ നാരങ്ങയുമായിട്ട് ചന്തയിലേക്ക് പോവുകയാണ്. ലേലം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ചെറിയ ചാക്കുകളിലും വലിയ ചാക്കുകെട്ടുകളിലുമായിട്ട് ഒരുപാട് നാരങ്ങ മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട്. പല രീതിയിലാണ് ഇവിടെ ലേലം നടക്കുന്നത്. ചിലത് ഒരുമിച്ച് ലേലം വിളിക്കുന്നത് കാണാം, ചിലത് കിലോ പറഞ്ഞ് ലേലം വിളിക്കുന്നത് കാണാം. എന്തായാലും ഇവിടുത്തെ രീതികൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും കണ്ടു തന്നെ ഇത് മനസ്സിലാക്കാം. 260. ഇവിടെ ലേലം വിളിക്കുന്നത് ഒരല്പം പ്രായമായ ഒരു ചേട്ടനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജി കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ പണി ഇന്നും ഒന്നും തുടങ്ങിയതല്ല. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്. അത്ര കൃത്യമായിട്ടാണ് ലേലം വിളിക്കുന്നത്. നാരങ്ങ ഇങ്ങനെ പറക്കി ഇടുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. പല ഗ്രേഡിലുള്ള നാരങ്ങയുണ്ട്. നമുക്കത് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്ന് ലേലം വിളിക്കുന്നവർക്കും അത് വിൽക്കുന്നവർക്കും എല്ലാം കൃത്യമായിട്ട് അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവർ ഓരോ നാരങ്ങയ്ക്കും കൃത്യമായിട്ടുള്ള വില പറഞ്ഞിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ചിലതൊന്നും ചിലവർ ലേലം വിളിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അവർക്കത് മുതലാവത്തില്ല എന്ന് കരുതിയിട്ടായിരിക്കണം. 93 ആയിക്കണേ. അമ്മ 1 കിലോ 93, 93, 95. പ്രായമായവരൊക്കെ ചെറിയ ചാക്കുകൾ കൊണ്ടുവന്ന് നാരങ്ങ കച്ചവടക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അത് അവരുടേതായ വില ഇട്ടിട്ടാണ് അവരിത് കൊടുക്കുന്നത്. അവരുടെ പറമ്പിൽ കൃഷി ചെയ്യുന്ന വളരെ കുറച്ച് നാരങ്ങ മാത്രമായിരിക്കണം അത്. എങ്കിലും അതെല്ലാം കൂടി കൂടിച്ചേർന്നാണ് ഈ പുളിയംകുടി മാർക്കറ്റിൽ നിന്ന് നമ്മുടെ തെക്കേ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും പോകുന്നത്. 29 കിലോ 15 മുതലുള്ള ലേലമൊക്കെ കാണാം. ഇതെല്ലാം ഒറിജിനലാണോ എന്ന് എനിക്കറിയില്ല. 15 രൂപ കിലോയ്ക്കൊക്കെ നാരങ്ങ എടുക്കുന്നത് അത്രയ്ക്ക് ലാഭമായിരിക്കണം. പക്ഷേ ഇതെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രേഡ് വ്യത്യാസം കാണും. അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. പൊതുവേ പുളിയംകുടി നാരങ്ങയ്ക്ക് സിട്രസ് കണ്ടന്റ് കൂടുതലുള്ള നാരങ്ങ എന്നാണ് പറയുന്നത്. നല്ല വെയിലുണ്ട്. എങ്കിലും ഈ മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ടു നടക്കാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നമ്മൾ തെങ്കാശിയിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥിരം കാണുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളിയംകുടി മാർക്കറ്റിലേക്ക് വരാം. ഏകദേശം ഒരു 11 മണിയോടുകൂടി പുളിയംകുടി മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നിരവധി കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങൾക്ക് മടങ്ങാം. അറുപത്തഞ്ച് 70 75 80 85 90 95 100 யாருக்கா இருக்கா 100 ரூபாய் சொல்லல.
നാരങ്ങ മാത്രമല്ല നമ്മുടെ വലിയ നെല്ലിക്ക ഇവിടെ ലേലത്തിന് വെച്ചിട്ടുണ്ട്. അങ്ങനത്തുള്ള നിരവധി സാധനങ്ങൾ ഈ മാർക്കറ്റിലുണ്ട്. അതായത് നാരങ്ങയുടെ കൂടെ തന്നെ ചെറിയ രീതിയിൽ മറ്റ് സാധനങ്ങൾ നമ്മളിവിടെ ലേലത്തിന് വെക്കുന്നുണ്ട്. പുളിയൻകുടി എന്ന പേരിൽ തന്നെ ഒരു പുളിയുണ്ട്. പുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറയുന്ന പോലെ തന്നെയാണ് തമിഴിലും പുളി തന്നെയാണ്. അതുകൂടാതെ തന്നെ കുടി എന്ന് പറയുമ്പോൾ വില്ലേജ് അല്ലെങ്കിൽ താമസിക്കാനുള്ള സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അങ്ങനെ പുളിയുള്ള മിക്കവാറും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നമ്മുടെ പുളിയൻകുടിയിൽ കൃഷിയുണ്ട്. നമ്മളിപ്പോൾ കണ്ട നാരങ്ങയും നെല്ലിക്കയൊക്കെ പോലെ തന്നെ വലിയ കച്ചവടക്കാരെല്ലാം ലേലത്തിനെടുത്ത നാരങ്ങ കൂട്ടിയിടുന്നുണ്ട്. ഇനി വെളിയിൽ നിന്നുള്ള കച്ചവടക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് ചെറിയ ചെറിയ കച്ചവടക്കാരിൽ നിന്ന് അവർ വാങ്ങിയതിനു ശേഷം അവരുടേതായ സ്ഥലത്ത് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം പുറത്തു നിന്നുള്ള കച്ചവടക്കാർ വന്ന് അത് എടുത്തുകൊണ്ട് പോകുമായിരിക്കും. ഈ നാരങ്ങയുടെ വില കൊടുത്തിരിക്കുന്നത് 20 രൂപയാണ് കിലോയ്ക്ക്. ഏകദേശം 10 കിലോ 15 കിലോയൊക്കെ കാണുമായിരിക്കാം ആ ഒരു കൂട്ടം. അങ്ങനെ നമ്മൾ 20 രൂപ കിലോ കൊടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നാരങ്ങ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ ആ നാരങ്ങയൊക്കെ വാങ്ങാനായിട്ട് ഉദ്ദേശിച്ച് വരികയാണെങ്കിൽ ഇതുപോലെ വില കുറഞ്ഞ നാരങ്ങയൊക്കെ ഉണ്ട്. നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോയി നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാവുന്നതാണ്. ചന്ത ഇങ്ങനെ തുടരും. ഏകദേശം രാത്രി 9 മണി 10 മണി വരെയൊക്കെ ചന്ത നീളുന്ന ദിവസങ്ങളുണ്ടെന്ന് ഇവിടെ പറഞ്ഞു. നമുക്ക് എന്തായാലും അത്രയും സമയമൊന്നും നിൽക്കാൻ താല്പര്യമില്ല. നമ്മൾ കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ തൽക്കാലം നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പോവുകയാണ്. വെളിയിലേക്ക് ഇറങ്ങി ഏകദേശം 1 മണി ആവാറായിട്ടുണ്ട്. വെളിയിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ സ്ഥിരം കാഴ്ചയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി തള്ളി സ്റ്റാർട്ട് ആക്കുന്നത്. ലെമൺ സിറ്റിയിൽ വന്നിട്ട് ലെമൺ ജ്യൂസ് കുടിക്കാതെ മടങ്ങി പോകുന്നത് ശരിയല്ല. അങ്ങനെ ഞങ്ങൾ വെളിയിലൊരു കടയിലെത്തി ലെമൺ മാർക്കറ്റിന്റെ ബോർഡ് കണ്ടുകൊണ്ട് ഒരു ലെമൺ ജ്യൂസ് കുടിച്ചു. നമ്മുടെ സാധാരണ ജ്യൂസ് തന്നെയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരല്പം പുളി കൂടുതലുള്ള നാരങ്ങയാണ് പുളിയൻകുടിയിലുള്ളത്. സിട്രസ് കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം മധുരം കൂട്ടി വേണം നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട്. പുറത്തിറങ്ങി നല്ല ചൂടുണ്ട്. മെയ് മാസത്തിലെ ചൂടാണ്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിയിൽ മുന്തൽ ഫാൾസ് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടിരുന്നു. ആ ഫാൾസിലേക്ക് പോകുന്ന വഴിയിലേക്ക് പ്രവേശിച്ചു. മനോഹരമായൊരു റോഡ്, നമ്മുടെ ഗോപാൽസ്വാമി ബെട്ടിലൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡ്, മുന്നിലായിട്ട് നല്ല മലനിരകളും ഒക്കെ ആയിട്ട് മുന്തൽ ഫാൾസിന്റെ റോഡിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. കുറച്ചു നേരം ഇവിടേക്ക് ഇറങ്ങി ഞങ്ങൾ കാഴ്ചകൾ ആസ്വദിച്ചു. അത്യാവശ്യം നമ്മുടെ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന ഒരു ലൊക്കേഷൻ പോലെയുണ്ട്. നമ്മുടെ പെബിൾസ് എന്ന് പറയുന്ന കൂഴങ്ങൾ എന്ന് പറയുന്ന തമിഴ് സിനിമയിൽ ഇതുപോലെയുള്ള ലൊക്കേഷനുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലുള്ള ഒരു മനോഹരമായ റോഡിലൂടെ നമ്മൾ മുന്നോട്ട് പോയി. ഇവിടെ മെയ് മാസമാണ്, വെള്ളമുണ്ടോ എന്ന് ഞങ്ങൾ വരുന്ന വഴിയിൽ ചോദിച്ചപ്പോൾ കുറച്ച് വെള്ളമുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെയായിട്ടൊരു ക്ഷേത്രമുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾ അവിടുത്തെ ചടങ്ങുകൾക്കൊന്നും തടസ്സപ്പെടുത്താതെ വേണം ഫാൾസിലേക്ക് ഇറങ്ങാനായിട്ട്. ഇതാണ് നമ്മുടെ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ തൊട്ട് വലതുഭാഗത്തായിട്ടാണ് ഫാൾസ് ഉള്ളത്. പക്ഷേ വെള്ളം വളരെ കുറവാണ്. നമുക്ക് കുളിക്കാനുള്ള വെള്ളമില്ല. ക്ഷേത്രത്തിൽ എന്തോ ചടങ്ങ് നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആളുകൾ വന്ന് മുങ്ങിക്കുളിച്ചിട്ട് അവിടെ നിന്ന് ജലം എടുത്തിട്ട് പോകുന്നുണ്ട്. അതിന് മാത്രമുള്ള വെള്ളമേ ഉള്ളൂ. സാധാരണ മഴക്കാലത്തെ ദൃശ്യം താണ്ട് ഇപ്രകാരമാണ്. നിങ്ങൾക്ക് വരുന്ന സമയത്ത് മഴക്കാലത്താണെങ്കിൽ ഈ ഫാൾസിൽ ഇറങ്ങി കുളിച്ചിട്ടൊക്കെ പോകാവുന്നതാണ്. നമ്മളെന്തായാലും വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ വിശ്രമിച്ചതിന് ശേഷം തിരിച്ച് പോവുകയാണ്. ക്ഷേത്രത്തിന്റെ അടിവാരം വരെ വാഹനം കൊണ്ടുപോകാം. നമുക്കിവിടെ പാർക്കിംഗ് ഉണ്ട്. വരുന്ന സമയത്ത് നിങ്ങൾക്ക് വാഹനം ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ക്ഷേത്രത്തിൽ കയറുകയും ഫാൾസിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. മെയ് മാസം ആയതുകൊണ്ടാണ് നിലവിൽ വെള്ളമില്ലാത്തത്. എന്നിട്ട് പോലും ഒരല്പം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ മഴക്കാലത്തൊക്കെ നല്ല വെള്ളമുള്ള ഒരു ഫാൾസ് ആയിരിക്കണം ഈ മുന്തൽ ഫാൾസ് എന്ന് പറയുന്നത്. ഇവിടെയായിട്ട് നമ്മൾ വന്ന വഴിയാണ് ഈ കാണിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വഴിയാണ്. ഇന്ന് വന്നതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് ഈ ഒരു വഴി കണ്ടപ്പോഴാണ്. നമ്മുടെ ഗോപാൽസ്വാമി ബെട്ടിലേക്കൊക്കെ പോകുന്ന പോലെയുള്ള നീണ്ടു നിവർന്നു കിടക്കുന്ന വഴി. അത് പശ്ചിമഘട്ടത്തിന്റെ അടിവാരത്തിലേക്കാണ് നീളുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. നിലവിൽ മെയ് മാസത്തിലെ ചൂടിൽ പോലും ഇത്രയും മനോഹരമായിട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ജൂൺ ജൂലൈ മാസം അല്ലെങ്കിൽ ഒരു മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പാതയ്ക്ക് എത്ര ഭംഗി ഉണ്ടാകുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. തിരിയേണ്ട വഴി ഞാൻ ഒന്നുകൂടി കാണിക്കാം. കടയനല്ലൂരിൽ നിന്ന് പുളിയൻകുടിയിലേക്ക് വരുമ്പോൾ പുളിയൻകുടി എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇവിടെയായിട്ടൊരു വഴി കാണാം. ഇവിടെയായിട്ട് മുന്തൽ ഫാൾസിന്റെ ബോർഡുണ്ട്. ആ ഒരു ബോർഡ് കണ്ട് മുകളിലേക്ക് കയറി പോയാൽ മതി. സമയം ഏതാണ്ട് 2 മണി അടുക്കാറായി. നല്ല വിശപ്പുണ്ട്. ഞങ്ങളങ്ങനെ തിരിച്ച് കടയനല്ലൂരിലെത്തി. കടയനല്ലൂരിൽ ചെട്ടിയാർ മെസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറി. അത്യാവശ്യം നല്ലൊരു ബിരിയാണി ആയിരുന്നു. 150 രൂപയാണ് ബിരിയാണിക്ക്. 150 രൂപയുടെ ബിരിയാണി ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉള്ളൊരു ഹോട്ടലായിരുന്നു. നമ്മുടെ കടയനല്ലൂർ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് മാറിയാണ്. ഒരു മലയാളം ബോർഡ് കണ്ടിട്ടാണ് ഞങ്ങൾ കയറിയത്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ കടയനല്ലൂർ ബസ് സ്റ്റാൻഡിന് അടുത്തേക്ക് എത്തി. നമ്മൾ ഇനി ചെങ്കോട്ടയ്ക്കല്ല പോകുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ മേക്കരയിലേക്കാണ് പോകുന്നത്. പൻപുഴി വഴി മേക്കരയിലേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട് നമുക്ക് ഇവിടെ നിന്ന്. കടയനല്ലൂർ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിന്ന് വലത്തേക്ക് കാണുന്ന വഴിയിലൂടെ പോയാൽ പൻപുഴി മേക്കര ഭാഗത്തേക്ക് പോകാം. അതുവഴി നമുക്ക് അച്ചൻകോല് വഴി കേരളത്തിലേക്ക് പോകാം. വന്ന വഴി തിരിച്ചു പോകണ്ട. അത് മാത്രമല്ല, നമ്മൾ മുന്തൽ ഫാൾസിൽ കുളിക്കാനായിട്ടായിരുന്നു വന്നത്. പക്ഷേ കുളിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അച്ചൻകോലിൽ ഏതെങ്കിലും ഒരു ഫാൾസിൽ നമുക്ക് കുളിച്ചിട്ട് കേരളത്തിലേക്ക് പോകാം. കടയനല്ലൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ കാണുന്ന റോഡിലൂടെ അകത്തേക്ക് കയറി. നല്ലൊരു റോഡാണിത്. ഈ ഒരു റൂട്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ നിരവധി കൃഷിയിടങ്ങൾ കാണാൻ കഴിയുന്ന ഒരു റൂട്ടാണ് ഈ കടയനല്ലൂരിൽ നിന്ന് പൻപുഴിയിലേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത്. മേക്കര വരെയൊക്കെ നല്ല കൃഷിയിടങ്ങളാണ്. ചിലപ്പോൾ പൂപ്പാടങ്ങൾ വരെ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരികയാണെങ്കിൽ കടയനല്ലൂരിൽ നിന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് കാണുന്ന റോഡ് എടുത്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പൻപുഴി വഴി മേക്കരയിലെത്തി അച്ചൻകോവിലേക്ക് പോകാൻ സാധിക്കും.
മേക്കരയിലെത്തി അടവിനേനാർ ഡാം കാണാം. വറ്റി വരണ്ട് കിടക്കുകയാണ് പുറത്തും അകത്തുമെല്ലാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധിക നേരം ഇവിടെ നിന്നില്ല. കുറച്ചു നേരം മേക്കരയിലേക്ക് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടൊന്ന് വിശ്രമിച്ചതിന് ശേഷം നമ്മൾ അച്ചൻകോവിൽ മല കയറാൻ പോവുകയാണ്. നല്ല കാറ്റുണ്ട്, അത് മാത്രമാണ് ഇവിടെയുള്ള ഒരു ആകെ ആശ്വാസം എന്ന് പറയുന്നത്. വെള്ളമെല്ലാം വറ്റി കിടക്കുകയാണ്. കാറ്റത്ത് നമുക്ക് കുറേ നേരം ഇവിടെ ഇരിക്കാൻ സാധിക്കും. അച്ചൻകോവിൽ എവിടെയെങ്കിലും ഇറങ്ങി നമുക്ക് കുളിക്കാം. അച്ചൻകോവിലെത്തി കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നാട്ടിലേക്ക് മടങ്ങാം. വരുന്ന വഴിയിൽ കോന്നിയിൽ നിന്ന് വരുന്ന വനപാത കണ്ടു. പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന റോഡാണ്. ഈ റോഡ് നന്നാക്കിയിരുന്നെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് അച്ചൻകോവിൽ ഭാഗത്തേക്കൊക്കെ വരാൻ നല്ല എളുപ്പമായേനെ. ഏറ്റവും ഒടുവിൽ അച്ചൻകോവിൽ റൂട്ടിലെ മനോഹര ഗ്രാമമായ ഓലപ്പാറയിലെത്തി. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുളിയൻകുടിയിലെ നാരങ്ങ ചന്തയുടെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് പോകുവാൻ പറ്റുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് തിരിച്ചെത്തുന്നതാണ്. അതുവരേക്കും നന്ദി.